കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർക്കും സെക്രട്ടറിക്കുമെതിരെ ആഞ്ഞടിച്ച കെ സുധാകരൻ എം പി. കണ്ണൂരിന്റെ മുഖഛായ മാറ്റുന്ന പദ്ധതി കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി കലക്കി. ടി.ഒ. മോഹനന്റെ പേര് പറയാതെയുള്ള വിമർശനം കോർപ്പറേഷന്റെ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടെ. കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ്. നഗരസഭയിലെ ഭരണസമിതിയേക്കാൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണ് എന്ന് എൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറിയെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും വന്നുപോകുന്ന ഒരു സെക്രട്ടറിക്ക് ഒരു കോർപ്പറേഷൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് നഷ്ടബോധമുണ്ട്. ഞാൻ MP ആയി വന്നതിന് ശേഷം ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവന്നിരുന്നു കണ്ണൂരിൽ. പക്ഷേ എനിക്കത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല. ഞാൻ അതിൻ്റെ എല്ലാ രേഖകളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും പുറത്തുള്ള എക്സ്പെർട്സിനെയും വിളിച്ചു ചേർത്ത് ചർച്ച നടത്തി കണ്ണൂരിന്റെ മുഖം മാറ്റാൻ സാധിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പദ്ധതി ഞാൻ കണ്ണൂരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എനിക്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്ത നിരാശ, അതിൽ നിന്ന് ഉയർന്നു വന്ന പ്രതികാരവും എൻ്റെ മനസ്സിൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഉറപ്പിച്ചു. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഈ നാടിനോടുള്ളൊരു കടപ്പാട് പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ചില്ല കോർപ്പറേഷന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആർക്കും ഒരു മനസ്സിൻ്റെ അകത്ത് വേദന ഉണ്ടാവില്ലേ, നോവുണ്ടാവില്ലേ? ആ നോവ് എനിക്കുണ്ട്. അത് ഇപ്പോഴും ഇതിനകത്ത് കത്തിക്കാളുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയർക്കും സെക്രട്ടറിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കെ സുധാകരൻ MP ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, UDFന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ കോർപ്പറേഷൻ മുൻ ഭരണസമിതിക്കെതിരെയാണ് നിശിത വിമർശനം KPCC പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ MP ഉന്നയിച്ചത്. മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹന്റെ പേര് പറയാതെയാണ് ഈ വിമർശനങ്ങളെല്ലാം കെ സുധാകരൻ ഉയർത്തിയിട്ടുള്ളത്. ടി.ഒ. മോഹനൻ മേയറായിരിക്കെ കെ സുധാകരൻ കൊണ്ടുവന്ന 1200 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാത്തതിനെതിരെയായിരുന്നു ഈ വിമർശനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേന്ദ്ര സർക്കാർ അപൂർവമായി മാത്രം അനുവദിക്കുന്ന ഈ പദ്ധതി നടപ്പാക്കാത്തതിൽ തനിക്ക് നിരാശയുണ്ട്. അതിൽ നിന്ന് ഉയർന്നു വന്ന പ്രതികാരവും മനസ്സിനകത്തുണ്ട് എന്നാണ് കെ സുധാകരൻ MP ഈ പറഞ്ഞത്. നാടിനോടുള്ള പ്രതിബദ്ധത നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ സഹായിച്ചില്ല എന്നത് വേദനയുണ്ടാക്കി എന്നാണ് സുധാകരൻ പറഞ്ഞത്. അന്ന് സെക്രട്ടറിയെയും മേയറെയും വിളിപ്പിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടും ഒന്നും നടന്നില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ കക്കാടും മറ്റും ചെറിയ ചെറിയ ചില പദ്ധതികളൊക്കെ കൊണ്ടുവന്ന് ഈ വലിയ പദ്ധതിയെ കലക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ അതിനിശിതമായ വിമർശനമാണ് മുൻ ഭരണസമിതിക്കെതിരെ KPCC പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ ഉയർത്തിയത്. ഇപ്പോഴത്തെ മേയർ മുസ്ലിം മഠത്തിൽ അന്നത്തെ അങ്ങനെ ആയിപ്പോകരുത് എന്ന് ഒരു ഉപദേശം കൂടി കെ സുധാകരൻ നൽകിയിട്ടുണ്ട്. കോർപ്പറേഷൻ 5.5 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിച്ചുകൊണ്ടാണ് ഈ രൂക്ഷ വിമർശനം സുധാകരൻ നടത്തിയത്. അതായത് കണ്ണൂർ കോർപ്പറേഷന്റെ തന്നെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഈ നിശിതമായ വിമർശനം കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇതുപോലുള്ള ഒരു സ്കീം ബാംഗ്ലൂരിൽ നടപ്പാക്കിയിട്ടുണ്ട്. അന്ന് അവിടെ പോയി കണ്ടപ്പോഴാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു സ്കീമാണെന്ന് താൻ മനസ്സിലാക്കിയത്. എത്രമാത്രം നഷ്ടമാണ് കണ്ണൂരിൽ ഉണ്ടായത് എന്ന് അത് കണ്ടപ്പോൾ തനിക്ക് കൂടുതൽ ബോധ്യമായി, സങ്കടമായി എന്നൊക്കെയാണ് കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ടി.ഒ. മോഹനൻ മേയറായിരിക്കെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കെ സുധാകരൻ അവതരിപ്പിച്ചിരുന്നു. ഇത് കൗൺസിലിൽ വരെ എത്തുകയും ചെയ്തിരുന്നു. കൗൺസിൽ അംഗീകരിച്ചതാണ് ഈ പദ്ധതി. സെക്രട്ടറിയെ വിശദാംശങ്ങൾ തയ്യാറാക്കാൻ അന്ന് മേയർ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നെ ഏറെക്കാലം ഒന്നും നടന്നില്ല എന്നതാണ് വാസ്തവം. വീണ്ടും കെ സുധാകരൻ ഇടപെട്ടപ്പോൾ സെക്രട്ടറി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഈ വിശദാംശങ്ങൾ തയ്യാറാക്കുന്നതിനായി ചുമതലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഡിസൈൻ തയ്യാറാക്കാൻ ഏജൻസിയെ ക്ഷണിച്ചുകൊണ്ട് പരസ്യം ചെയ്യണം എന്നും അന്ന് തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ് ഈ മേയർ മാറ്റം. UDFിലെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ധാരണയനുസരിച്ച് മേയർ മാറ്റത്തെക്കുറിച്ചുള്ള നടപടികൾ ഉണ്ടായത്. അങ്ങനെ ആ മേയർ സ്ഥാനത്ത് നിന്നും ടി.ഒ. മോഹനൻ മാറുകയും ചെയ്തു. ആ പദ്ധതി ഇപ്പോഴും കോർപ്പറേഷനിൽ തന്നെ ഫയലിൽ കിടക്കുകയാണ്. 1200 കോടിയുടെ ബൃഹത് പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതിന് പക്ഷേ DPR തയ്യാറാക്കി
തയ്യാറാക്കുന്നതിന് തന്നെ വലിയ ഒരു സംഖ്യ ആവശ്യമായി വന്നിരുന്നു എന്നതും ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ഒരു സാങ്കേതികമായ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ മറ്റൊരു കാരണമായി ഈ തുക എങ്ങനെ കണ്ടെത്തും എന്ന കാര്യത്തിലും ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. കെ സുധാകരൻ എംപിയുടെ ഈ വിമർശനത്തെ സതുദ്ദേശപരം എന്നാണ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തെ കുറിച്ചാണ് കെ സുധാകരൻ പറഞ്ഞത്. ആ ഉദ്യോഗസ്ഥർ അലംഭാവം പ്രകടിപ്പിക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ മുരടിക്കുക സ്വാഭാവികമാണ്, അതിനെതിരായ ഒരു വിമർശനം എന്നുള്ള രീതിയിലാണ് കെ സുധാകരൻ അത് കണ്ടത് എന്നാണ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കണ്ണൂർ വിഷനോട് പറഞ്ഞത്. എന്തായാലും കോർപ്പറേഷൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ LDF കോർപ്പറേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തി വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ KPCCയുടെ UDFന്റെ ഭരണസമിതിക്കെതിരെ തന്നെ രൂക്ഷ വിമർശനം കെ സുധാകരൻ ഉയർത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. PK രാഗേഷും നേരത്തെ ടി ഒ മോഹനെതിരെ ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് രാഷ്ട്രീയമായി UDFന് വലിയ ക്ഷീണമുണ്ടാക്കും. ഈ കെ സുധാകരന്റെ ഈ പ്രസ്താവന രാഷ്ട്രീയമായി UDFന് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കെ സുധാകരൻ ഇങ്ങനെ അതിനിശ്ചിതമായ ഒരു വിമർശനം ഉന്നയിക്കാനുണ്ടായ കാരണം എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ ഏവരുടെയും ചർച്ച. എന്തായാലും LDFന്റെ ആരോപണങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു വിമർശനം കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും ഈ കെ സുധാകരൻ ഈ വിമർശനം ഉന്നയിക്കുന്ന ചടങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. പക്ഷേ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഈ സ്ഥലത്തില്ലാത്തതിനാൽ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുമില്ല. കൃഷ്ണേന്ദു.